രക്ഷിതാവ് കൂടി നമുക്കൊപ്പം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്ക് ഇത് തള്ളിവിട്ടിരുന്ന ഷന നമുക്കൊപ്പം ചേരുന്നു. ഇത് കഴിഞ്ഞ നവംബർ തൊട്ട് കിട്ടാൻ തന്നെ ഇല്ല, ഇതിന്റെ ഒരു ഈ ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ കിട്ടാൻ തന്നെ ഇല്ല എന്നുള്ള റിപ്പോർട്ടൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങളൊക്കെ കടന്നു പോകുന്നത് അല്ലേ? അതെ മാഡം, ഞങ്ങൾക്ക് ഒരു 5-8 മാസമായിരുന്നു ഈ ഒരു ഇൻസുലിന്റെ ഒരു കിട്ടാത്ത പ്രതിസന്ധി. കുറച്ച് വരും, ഒരു മാസം നമ്മൾ എന്തെങ്കിലും സമരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ സംഘടിപ്പിക്കുമ്പം പിന്നെ ഒരു മാസത്തേക്ക് ഇൻസുലിൻ വരും. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ മാസം നമുക്ക് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ വന്നു. അപ്പം ഈ മാസവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഓർഡർ വന്നതാണ് വലിയൊരു ആശങ്ക ഉളവാക്കുന്നത്. ഈ ഷോർട്ട് ആക്ടിങ് ഒക്കെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാക്കിയിട്ട് അതിന് മേലേക്കുള്ള കുട്ടികൾക്ക് ഇപ്പം കൊടുക്കാൻ പോകുന്ന റെഗുലർ ഇൻസുലിനൊക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഓർഡർ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വേദനാജനകമായിട്ടുള്ളൊരു ഓർഡർ ആണ്. അപ്പം അതില് ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇങ്ങനെ ഒരു ഓർഡറിലേക്ക് പോയതെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ നാളത്തെ തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കുഞ്ഞു മക്കളാണ്. 1 വയസ്സ്, എന്റെ മോക്ക് 3.5 വയസ്സിലാണ് വന്നത്, ഇപ്പം 11 വയസ്സായി. അപ്പൊ ഈ മക്കളെ ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് മറ്റുള്ള കുട്ടികളോടൊപ്പം ചേർത്ത് പിടിച്ച് ഇവരെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും കൂടെ ഒരു എന്താ പറയുക, ഒരു കടമയാണ്. അപ്പൊ ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവും അതുപോലെ തന്നെ ഒരു അനുഗ്രഹവുമാണ്. ഈ ഒരു ഇൻസുലിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ബോഡീനെയൊക്കെ അത്രയും ദോഷമായിട്ട് ബാധിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പൊ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ ഫണ്ട്, നമുക്കൊരു ഫണ്ട് കിട്ടുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ ആ ഫണ്ട് കളക്ഷൻ ഇപ്പൊ ഗവൺമെന്റിന് ഫണ്ട് കുറവാണെങ്കിൽ നമുക്ക് ഫണ്ട് കുറവുള്ള പ്രതിസന്ധികളിൽ എന്താണോ ചെയ്യുന്നത്, മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ നിധി അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കേരളത്തിലെ ജനങ്ങളോടും കൂടി ആവശ്യപ്പെട്ട് ഈ ഞങ്ങളുടെ പൊന്നുമക്കളെ എങ്ങനെയെങ്കിലും നല്ലൊരു ജീവിതം നയിക്കാനുള്ള ഒരു സപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നാണ് എനിക്കൊരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ന്യൂസ് 18 ഞങ്ങളുടെ അകമഴിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുന്ന ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ. തീർച്ചയായിട്ടും ശ്രീമതി ഷന, അങ്ങനെ ഒരു ഇടപെടലിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കട്ടെ.